ഉൽക്ക പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ട് കാണുന്ന ഒരു വാർത്തയെ കുറിച്ചാണ്. നമ്മുടെ മലപ്പുറത്ത് NH-66 റോഡ് ഇരുന്ന് പോയൊരു സംഭവം ഈ അടുത്ത് നടന്നായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഹൈവേ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പൈസ മുടക്കുന്നത് കേരളത്തിലാണെന്നാണ് നിതിൻ ഗഡ്കരി പോലും പറഞ്ഞത്. അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ഇത്രയും 97% അടുത്തെങ്ങാണ്ട് ഇത് തീർന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ഈ റോഡ് ഇരുന്ന് പോയൊരു സാഹചര്യം നമുക്ക് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതിനുവേണ്ടി നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ക്രിസ്റ്റിയാണ്. ക്രിസ്റ്റി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈവേ സർവേയർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ന്യൂസിലൻഡിലെ മേജർ ഹൈവേ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്രിസ്റ്റി നമുക്ക് ഇതിനെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. ക്രിസ്റ്റി, എന്തായിരിക്കും നിന്റെ ഒരു അഭിപ്രായത്തിനെ കുറിച്ച്? ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ മീഡിയയിൽ കണ്ടായിരുന്നു. അതായത് ഞാൻ എന്റെ കണ്ടത് ഒരു ഏരിയൽ ഫുഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു മലപ്പുറത്ത് ഞാൻ കണ്ടത് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേട്ടോ. അത് എല്ലാം അതുപോലെ ശരിയായിരിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൊളിഞ്ഞ റോഡ് എന്ന് പറയുന്നത് പോകുന്നത് ഒരു വയലിന്റെ ഒക്കെ സൈഡിൽ കൂടെ അല്ലേ. അപ്പൊ അവിടെ ഇപ്പൊ മൺസൂൺ ആണ്, ഇഷ്ടംപോലെ മഴയുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ കണ്ടതനുസരിച്ചാണെങ്കിൽ പേവിങ് കഴിഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫിനിഷായ സബ്ഗ്രേഡ് ഉള്ളൊരു സെക്ഷൻ ഉണ്ട്. ആ സബ്ഗ്രേഡ് ഉള്ള സെക്ഷൻ ഫെയിൽ ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5-6 അടി താഴോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ താഴെയുള്ള മണ്ണ് മൂവ് ചെയ്തിട്ട്. എനിക്ക് തോന്നിയിട്ടുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മെയിൻ ആയിട്ട് ഡ്രെയിനേജ് ആണ്. അതിന്റെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ ആവശ്യത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഏരിയയിൽ ഫുട്ടേജ് നോക്കുവാണെങ്കിൽ അതിന്റെ ഇടതുവശത്തായിട്ടാണ് തോന്നുന്നത് ഒരു ഡ്രെയിനേജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിട്ട്. പക്ഷെ അതിന്റെ റൈറ്റ് സൈഡ്, ഫെയിൽ ആയ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ നിലവില് പ്രത്യേകിച്ച് ഒരു ഡ്രെയിനേജ് ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ആ കണ്ടത്തിൽ ഇഷ്ടംപോലെ വെള്ളം പൊന്തി കിടപ്പുണ്ട്. അപ്പം എങ്ങനെ വേണ്ടാലും അവിടെ വെള്ളം ഒരുപാട് മണ്ണിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഒരു കോസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ആണ്. ഈ ഡ്രെയിനേജിന്റെ പ്ലാൻ ഇല്ലാതെ അത് ബിൽഡ് ചെയ്യുമോ? മീൻസ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള അതൊക്കെ ഇനീഷ്യൽ പ്ലാനിങ് സ്റ്റേജുകളിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ? അത് ആണ്. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ അനുസരിച്ചാണെങ്കിൽ അതില് പ്രീ പ്ലാനിങ് ഉണ്ട്. സെഡിമെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുള്ള് എന്താ പറയാ ഒരു ഫുൾ പ്രോഗ്രാം തന്നെയുണ്ട്. പക്ഷെ ഞാൻ അവിടെ കണ്ടതനുസരിച്ചിട്ടാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചോദിച്ചിരുന്നതിൽ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് അതൊരു വയൽ ഏരിയയും കൂടെ ആയതുകൊണ്ട് എന്താ പറയാ അവിടെ എപ്പോഴും എന്തായാലും വെള്ളം ഉണ്ടാവും. അതുപോലെ മണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കും. അപ്പൊ അതിന് അത്യാവശ്യം ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അത് കഴിഞ്ഞിട്ട് മറ്റേ സ്റ്റോം വാട്ടർ കാൽക്കുലേഷൻ ഉണ്ട്, അത് ചെയ്യണം. ഇപ്പൊ അതായത് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം കണക്കിലെടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഡിസൈനിന്റെ പാർട്ടാണ് സെഡിമെന്റ് കൺട്രോള്. പിന്നെ എന്താ പറയാ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടോ. ഇപ്പൊ കൺട്രോൾ ഇവന്റ് ഒരു മൺസൂൺ ഇവന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയാ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കൂടുതൽ വെള്ളം ഉണ്ടാവും. അതെങ്ങോട്ട് പോകും, അതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ട് വരെ ഫെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ഹൈവേ നാട്ടിൽ പണിയുന്നതും ഇവിടെ പണിയുന്ന തമ്മിൽ എഞ്ചിനീയറിംഗ് ബേസിൽ ഡിഫറൻസ് ഉണ്ടോ? മീൻസ് ഓൾമോസ്റ്റ് സെയിം പ്രോസസ് തന്നെയാണോ നാട്ടിലും യൂസ് ചെയ്യുന്നത്? ഞാൻ പഠിച്ചതനുസരിച്ച് ഞാൻ അവിടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ഞാൻ അവിടെ കണ്ട റോഡിങ് ഞാൻ കറക്റ്റ് പേപ്പറിന്റെ പേര് മറന്നുപോയി. പക്ഷെ ഞാൻ പഠിച്ച മൊഡ്യൂളിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു റോഡിന് ബേസിക് ആയിട്ടും ഒരു 4-5 ലെയർ ഉണ്ടാവും. ഏറ്റവും താഴത്തെ ലെയർ അതാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. അതായത് മണ്ണ് കൊണ്ടുള്ള, ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രൗണ്ട് ആയിരിക്കും, എന്തോ ആയിരിക്കും. അത് അതിന്റെ മുകളിൽ സബ് ബേസ് എന്ന് പറഞ്ഞ ലെയർ, ബേസ് കോഴ്സ് എന്ന് പറഞ്ഞ ലെയർ, പിന്നെ നമ്മൾ കാണുന്ന ചിലപ്പോൾ വിയറിംഗ് കോഴ്സ്, അതായത് നമ്മുടെ നാട്ടില് നമ്മുടെ ടാറിംഗ് എന്ന് പറഞ്ഞ പരിപാടിയല്ലേ, ചിപ്പ് സീലിംഗ്, അതുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഹോട്ട് മിക്സ്, നമ്മളെ മെക്കഡൻ ടാറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന പരിപാടി. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അതാണ് അതിന്റെ ബേസിക്
ഐഡിയ, പിന്നെ ടെസ്റ്റിംഗ് ഒക്കെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്ങിലാണ് ഞാൻ കൂടുതലും വ്യത്യാസം കണ്ടിട്ടുള്ളത്. ടെക്നിക്ക് എല്ലാം തന്നെ സെയിം ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് മോസ്റ്റ്ലി സെയിം ആയിരിക്കും. പിന്നെ വ്യത്യാസം ഓബിയസ്ലി പ്ലാനിങ്ങിലാണ്. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത അതിന്റെ പേര് എന്താ, പെക്ക ടോട്ടാക്കി എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് വേ പ്രൊജക്ട്, ഒരു 13 കിലോമീറ്റർ എക്സ്പ്രസ് വേ പ്രൊജക്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഐ തിങ്ക് അത് ഓൾമോസ്റ്റ് ഒരു 4 ഇയർ നീണ്ടുന്ന ഒരു ഡിസൈൻ പ്രോസസ് ആയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഡിസൈൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജിന്റെ ആയിരുന്നു, സ്റ്റോം വാട്ടർ ഡ്രെയിനേജിന്റെ ഡിസൈൻ ആയിരുന്നു. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ ഐറ്റം ആണ്. നമ്മുടെ ഏത് നാട്ടിലാണേലും ഏത് റോഡും ഫെയിൽ ആവുന്നതിനുള്ള ഏറ്റവും എന്താ പറയാ ഒരു പ്രൈം റീസൺ ആണ് വാട്ടർ എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്ത് എന്താ പറയാ എന്നാൽ അതിന്റെ കേപ്പബിലിറ്റി അത്രയാണ്. ഇപ്പൊ ഒരു ചെറിയൊരു ക്രാക്ക് വീണ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ റോഡുകളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതാണ്. അതിനെല്ലാം പറയുന്ന ഫ്ലെക്സിബിൾ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിജിഡ് ആയിട്ട് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മൂവ്മെന്റ് നടക്കുമ്പോൾ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റിൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ എന്നെ പറ്റുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാർട്ടിക്കിൾസ് ആയിരിക്കും മൂവ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്കിൾ വലുതാവും. അത് കഴിഞ്ഞ് പോട്ടോ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ നമ്മുടെ കുഴി കാണുന്നില്ലേ, അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്റ്റില് അതൊരു ഫ്ലഡ് പ്രോൺ ഏരിയ ആയിരുന്നു, വെള്ളപ്പൊക്കത്തിന് ഭയങ്കരമായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കൊല്ലം എടുത്തിട്ടാണ് അവര് അതിന്റെ ഫുൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തത്. വലിയ ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പം അവിടെ പ്രൊജക്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനഫ് ടൈം ഈ പ്രൊജക്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല, ഇത് റഷ്ഡ് ആയിരുന്നു. പലപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോയിൽ ലൂസ് ആണെങ്കിലും നമ്മളത് കോംപ്രമൈസ് ചെയ്തു കൊണ്ടാണ് എന്നുള്ള രീതിയാണ്. ഇപ്പൊ ഒരു ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇവിടെ ആവറേജ് എത്ര സമയം എടുക്കും, എത്ര ടൈം പീരീഡ്, ഡിസൈൻ പ്രോസസ്സ് മുതൽ എക്സിക്യൂഷൻ കഴിയുന്നതും വരെ? അറ്റ്ലീസ്റ്റ് ഒരു 2 years എങ്കിലും എടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൗൺസിൽ റോഡൊക്കെ ആണെങ്കിൽ ഒരു ഹൈവേ, ഒരു നാഷണൽ ഹൈവേ, എക്സ്പ്രസ് ആ ഒരു കാറ്റഗറി പെടുന്ന റോഡ്, എക്സ്പ്രസ് വേ ആണെങ്കിൽ കുറെ സ്റ്റേജസ് ഉണ്ടാവും. ആദ്യം ലാൻഡ് അക്വിസിഷൻ ഫേസ് ഉണ്ടാവും. അതിന് ഡിസൈൻ സ്റ്റേജ് യൂഷ്വലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 years എങ്കിലും എടുക്കുന്നത്. ഇപ്പൊ ഡിസൈൻ സ്റ്റേജ് മാത്രം 2 years എടുക്കും അല്ലേ? അത്രയെങ്കിലും എക്സ്പ്രസ് വേ ഒക്കെ ആകുമ്പോൾ അത്രയെങ്കിലും ടൈം വേണം. അത് ഡിപ്പെൻസ്. അത് ചില സ്ഥലങ്ങൾ ഇപ്പൊ ഉണ്ടാവും. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സ്ഥലം അവിടെ ഭയങ്കര ഫുൾ പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ്, അതായത് വെള്ളപ്പൊക്കത്തിന് ഒരുപാട് ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ കുറച്ചുകൂടെ സമയം കൂടുതൽ വേണ്ടി വരികയായിരിക്കും. ഇപ്പൊ ക്രൈസ്റ്റ് ചർച്ച് ചെയ്യുമ്പോൾ അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ്. അപ്പൊ എന്താ വെച്ചാൽ കൺസ്ട്രക്ഷനുള്ള എന്താ പറയാ ഡിഫിക്കൽട്ടിയില് വേരിയേഷൻസ് ഉണ്ടാവുക. അതൊക്കെ അനുസരിച്ച് മാറ്റാണ്. ചില പ്രൊജക്ട്സ് ഒക്കെ 4 കൊല്ലം വരെ എടുത്ത് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ പ്രൊജക്ട് ട്രാൻസ്മിഷൻ കള്ളി ഒരു ഓൾമോസ്റ്റ് 5 years ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് എന്റെ നമ്പർ അത്ര കറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ ചിലപ്പോൾ ഓൾമോസ്റ്റ് 5 years ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതൊരു 27 കിലോമീറ്ററോളമുള്ള വലിയൊരു മെഗാ പ്രൊജക്ട് ആയിരുന്നു. അത് 1.2 billion ഒരു വലിയ പ്രൊജക്ട് ആയിരുന്നു. ഈ നമ്മൾ ഏകദേശം നമ്മുടെ ഡിസൈനിങ് 2 കൊല്ലം, ശരിക്കും ബിൽഡിങ്ങിൽ എത്ര ടൈം പീരീഡ് എടുക്കാറുള്ളത്? ബിൽഡിംഗ് ഒരു 6 yearsനൊക്കെ ഉള്ളില് ഞങ്ങൾ വർക്ക് ചെയ്ത എക്സ്പ്രസ് വേ, ഇത് വേരിയിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ വർക്ക് ചെയ്ത എക്സ്പ്രസ് വേ കുറച്ച് വേരിയേഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 5 to 6 years എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 6 years ഇവിടെ പോലെ അതായത് ഫസ്റ്റ് വേൾഡ് കൺട്രി പോലും 6 years എടുക്കാറുണ്ട് ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? നാട്ടിലും എനിക്ക് തോന്നുന്നു നമ്മളെ ഹൈവേ പണി തുടങ്ങിയിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. എനിക്ക് നാട്ടിൽ പലപ്പോഴും കേൾക്കുന്നത് ഈ മൺസൂൺ ആണ് റോഡ് ഡാമേജ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു മെയിൻ കാരണം എന്നാണ് പറയുന്നത്. ഇപ്പൊ മൺസൂൺ ഇപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ഫ്ലഡ്, ഈ പറയുന്ന ഫ്ലഡ് പ്രോൺ ഏരിയ പരിപാടികളൊക്കെ, ഇപ്പൊ ഇതൊക്കെ അവർ ചിന്തിച്ചിട്ടായിരിക്കില്ല ഈ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? അതെ, അത് ഡിസൈൻ ഫേസിലും പ്ലാനിങ് ഫേസിലും പ്ലാനിങ് ഉണ്ട്. പ്രൊജക്ടിന്റെ ഒരു എസ്റ്റിമേറ്റഡ് ടൈം അല്ലെങ്കിൽ പ്ലാനിങ്. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മിക്കവാറും പ്ലാനിങ് ഒക്കെ നടക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് ഔട്ട്കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പൊ ഒരു
ഇപ്പൊ എനിക്ക് അവിടെ തോന്നിയിട്ടുള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോ അവിടെ ഇപ്പൊ പ്രഷർ ഉണ്ടാവും നമുക്ക്. ഇപ്പൊ ഇന്ന ടൈമിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യാനുള്ള പ്രഷർ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് തന്നെ കുഴപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ, ആ ഒരു പ്ലാൻ ചെയ്യണം. ഇപ്പൊ മൺസൂൺ വരും, ഓബിയസ്ലി കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഇപ്പൊ ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എർത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മണ്ണ് നീക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ മണ്ണിൽ നിന്ന് കുഴിക്കുന്നതോറും എനിക്ക് വെള്ളം എപ്പോഴും പ്രശ്നമാണ്. അപ്പം ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആ സമയത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ എനിക്ക് എർത്ത് വർക്ക് തന്നെ ചെയ്യണമെന്നില്ല, അതിന്റെ അപ്പുറം എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു ബാരിയറിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറം ഒരു വേറെ വേറെ എന്തെങ്കിലും ഒക്കെ എനിക്ക് ആ കാലാവസ്ഥക്ക് ആ പറ്റിയ പണി ആ സമയത്ത് ചെയ്യും അല്ലെ. പക്ഷെ നമ്മളിപ്പം ഈ മലപ്പുറത്തെ കേസ് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൈവേ ഇരുന്ന് പോയി, അല്ലെങ്കിൽ ഫോയിൽ ലൂസ് ആണ് ഇരുന്ന് പോയി എന്നുള്ളത് സാധാരണഗതിയില് ഈ പ്ലാനിങ്ങിൽ ഡിസൈൻ സ്റ്റേജിൽ തന്നെ അവര് അത് സ്ട്രെങ്തൻ ചെയ്തല്ലേ അത് പണിയുന്നത് അല്ലെ. ആദ്യം ജിയോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണില് അദ്ദേഹം ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിന് ഇത്ര സ്ട്രെങ്ത് ഉണ്ടാവും, CBR എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പെൻട്രേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റുകളുണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യും, ഇന്ന മണ്ണായി ആണോ. ഇപ്പം എന്താ പറയാ, ക്ലേ ആണ് ഇപ്പൊ ഒരു സപ്പോസ്, എനിക്ക് അവിടെ കറക്റ്റ് എന്താ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ മലപ്പുറത്ത് പോയ റോഡിനടുത്ത് ഈ ഹൈവേ പറയുന്നതിന് പകരം ഈ എന്താ പറയുക റിട്ടൈനിങ് വാൾസ് ഉപയോഗിച്ചിട്ട് മണ്ണ് ഇട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് അത് ബിൽഡ് ചെയ്ത് അവിടെയാണ് ഇത് സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. ആ സെയിം ടെക്നിക്ക് തന്നെ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ അവിടെ ഓക്കെ ജിയോ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് എനിക്ക് മണ്ണ് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയെന്ന് തന്നെ വിചാരിച്ചാൽ പോലും നമ്മള് അത്രയും പൊക്കത്തിൽ പണിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെർട്ടൻ ഡെപ്ത്, ഒരു മീറ്റർ ഡെപ്ത് ആയിരിക്കും, അല്ലെങ്കിൽ 2 മീറ്റർ ഡെപ്തില് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത അതുവരെ ബിൽഡ് ചെയ്തത് അത് സെർട്ടൻ ടോളറൻസ് പാസ് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ അത് ചെയ്യണോ ആയിരുന്നു, അത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടൈം കൺസ്ട്രെയിൻസ് ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പക്ഷെ ഇത്രയും ബഡ്ജറ്റ് ഉള്ള ഒരു പരിപാടിക്കകത്തൊക്കെ ഈ ഒരു ടൈം കൺസ്ട്രെയിന്റ് ഒക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റും. അതായത് 100 crores ഒക്കെയാണ്, അതായത് 1 കിലോമീറ്ററിന് വേണ്ടിയുള്ള ബഡ്ജറ്റ്. അപ്പം അതിനൊരു ഇത്രയും വലിയൊരു ബിൽഡിംഗ് ചെയ്യുന്ന ഒരു ആൾക്കാര്, കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ അതൊരു റഷ് ചെയ്ത് ചെയ്താണെന്ന് പറയുന്നതിന്റെ അകത്തുനിന്ന് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ നമുക്ക്? അതായത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 100 crores എന്ന് പറയുന്നതിനകത്ത് പറയുന്നത് ഓൾമോസ്റ്റ് 75 crores ലാൻഡ് അക്വിസിഷൻ ആണ് പോകുന്നത്. അപ്പം 25 കോടിയാണ് അതിന്റെ കൺസ്ട്രക്ഷന് പോകുന്നതെന്നാണ് പറയുന്നത് ആവറേജ്. ഇപ്പൊ 25 കോടി കൺസ്ട്രക്ഷനിൽ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പം വയലിനകത്തുള്ള എനിക്ക് തോന്നുന്ന റിസോഴ്സസ് ഒരു കൺസ്ട്രെയിന്റ് ആയിരിക്കും അല്ലെ. ആവശ്യത്തിന് ബഡ്ജറ്റ് കറപ്ഷൻ ചിലപ്പം കറപ്ഷൻ ഉണ്ടാവാം. കറപ്ഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണെന്ന് തോന്നുന്നു. എന്താ പറയാ, അപ്പോ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തൊരു ഇലക്ഷൻ വരുന്നില്ലേ, ആ ഒരു സെറ്റപ്പ്, അതായത് ബ്യൂറോക്രസി, അത് എപ്പോഴും എല്ലായിടത്തും പ്രശ്നമാണല്ലോ. ഇവിടെയും ഒട്ടിയില്ലായിരിക്കൊന്നുമില്ല, ഇവിടെ ഉണ്ട്. അല്ല, എന്നാലും ഈ കേരളത്തിൽ മാത്രം എപ്പോഴും ഈ റോഡിന്റെ ഒരു പ്രശ്നം പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണല്ലോ. എപ്പോഴും ഒരു മഴ വന്നു കഴിഞ്ഞാൽ അപ്പം റോഡ് നശിച്ചു പോകുന്നൊരു പരിപാടി. ഇതിനിപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ വേറെ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ എപ്പോഴും വീണ്ടും വീണ്ടും ഇത് സംഭവിക്കും. ഞാൻ അതിനെ കുറിച്ചൊരു വാർത്ത വായിച്ചിരുന്നു. ഇന്ത്യയിലെ റോഡുകൾ നാഷണൽ ഹൈവേ മാറ്റി കഴിഞ്ഞാൽ പല റോഡുകൾക്കും ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ട് പോലും. അതായത് ഇപ്പൊ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ടെലികോം, ഇവർക്കെല്ലാം റോഡിൽ ഓണർഷിപ്പ് ഉണ്ട് ടെക്നിക്കലി. അപ്പം ഇവർക്ക് പോലും റോഡ് കുഴിക്കണമെങ്കിൽ വേറൊരു അതോറിറ്റിയുടെ പെർമിഷൻ വേണ്ട. അവർക്കത് വേറെ കൺസെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം പലപ്പോഴും പല റോഡുകളും ഇന്ത്യയിൽ മൾട്ടിപ്പിൾ പ്രാവശ്യം കുഴിക്കപ്പെടുന്നുണ്ട്. ഒരു പ്രാവശ്യം കുഴിച്ചാൽ തന്നെ ആ റോഡിന്റെ സ്ട്രെങ്തിനകത്ത് നല്ല ഡിഫറൻസ് വരും. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാത്ത തന്നെയാണ്. പിന്നെ അതും എനിക്ക് നാഷണൽ ഹൈവേസിന്റെ കേസസിൽ അതല്ലെന്നാണ് എന്റെ വിശ്വാസം. അത് നാഷണൽ വേറെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ ലോക്കൽ റോഡ്സിലെ കുഴപ്പമെന്ന് അതുകൊണ്ടാണ് പ്ലാനിങ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഒരു ലോക്കൽ റോഡിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ അത് റീഹാബ് എന്ന് പറഞ്ഞ റോഡ് വൃത്തിയാക്കുക. ആ സമയത്താണെങ്കിൽ ഒരുപാടൊന്നും ചെയ്യലായിരിക്കും. പക്ഷെ ഒരു പുതിയ റോഡൊക്കെ പണിയുന്ന സമയത്താണെങ്കിൽ ആദ്യം അവിടുത്തെ
എക്സിസ്റ്റിംഗ് സർവീസസ്, ഇപ്പൊ പവർ ആവാം, വാട്ടർ ആവാം, അങ്ങനെയുള്ള യൂട്ടിലിറ്റീസ് എല്ലാം ഒന്നെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഇവിടെ ന്യൂസിലൻഡിൽ ഒരു സമയത്ത് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, പ്രത്യേകിച്ച് പോർട്ടബിൾ വാട്ടർ, കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ആയിരുന്നു ആസ്ബസ്റ്റോസ്. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ അത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പരമാവധി സ്ഥലത്തെല്ലാം വേണ്ടി PE പൈപ്പ്, അതായത് ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ആ മെറ്റീരിയലിലോട്ട് മാറുന്നുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അവരിപ്പോ റോഡിന്റെ റീവർക്ക് നടക്കുവാണെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് പോയി പിന്നെ കുടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്പെൻസ് ആണ് കൗൺസിലിനെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ റോഡിൽ ഇറങ്ങുമ്പോൾ അയാൾക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിയൊന്നും ഇല്ലാത്ത നല്ല റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ അവർക്കൊരു സുഖം ഉണ്ടാവും. അതിന് പകരം എല്ലായിടത്തും കുഴിയായിട്ടുള്ള റോട്ടിൽ കൂടെ ഓടിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ഒരു സെൻസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, ഒരു നമ്മളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ മാനേജ്ഡ് ആയിരിക്കും ചെറിയ കാര്യങ്ങളിൽ വരെ. നമ്മുടെ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും സുഖം കിട്ടുമോ? സുഖിപ്പിക്കാനുള്ള വഴികളാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത്. ചിലത് പാടുന്നുണ്ടെന്നത് മാത്രമല്ലേ. അല്ല, കുറെ കാലമായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്താലും ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വഴി എന്തെങ്കിലും മോശപ്പെട്ടു. ഇതിനു മുമ്പ് മറ്റേ ഇത് വന്നത് ഫ്ലൈ ഓവർ വന്നപ്പോ അതിനെന്തോ ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് തുടരെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞില്ലേ? അതും പബ്ലിക്കിന്റെ മണിയാണല്ലോ എൻഡ് ഓഫ് ദ ഡേ ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ ഒരു ഡെവലപ്പ് കൺട്രി ചെയ്യുന്ന പോലുള്ള വെല്ലുവിളി ആയിരിക്കില്ല അത്. ലാൻഡ് അക്വിസിഷൻ മുതൽ ആൾക്കാർ കേസ് കൊടുക്കും, സ്റ്റേ മേടിക്കും. ആ സ്റ്റേജ് മുതൽ അല്ലെ ചില രാഷ്ട്രീയ പാർട്ടികൾ അത് മുടക്കാൻ നോക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് വേണം ആ റോഡ് പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ റോഡ് പൂർത്തിയാവണമെങ്കിൽ എനിക്കതുപോലെ തന്നെ പലപ്പോഴും പറഞ്ഞേക്കാറുള്ളത് കേട്ട പോലെ ഇപ്പൊ റോഡിന്റെ ഇത്ര ശതമാനം പൈസ ശരിക്കും പറഞ്ഞാൽ റോഡിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളത് കുറെ പേർക്ക് അതിന് അവകാശവാദങ്ങളുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് റോഡ് ഉണ്ടാകുന്നത്. റോഡുണ്ടാകുമ്പോൾ ചില പാളിച്ചകളും ഉണ്ടാകും. ഈ പറയുന്ന എന്താ പറയുന്നത്, ഏതായാലും ഇന്ത്യയിലെ ഹൈവേസ് മൊത്തത്തിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഹൈവേയുടെ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ആ സെയിം ഒപ്പീനിയൻ ആണുള്ളത്. അതായത് ലാസ്റ്റ് 10-15 ഇയേഴ്സിൽ വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ ഇപ്പം പോയി കഴിഞ്ഞാൽ വളരെ ദുരിതമാണ്. പക്ഷെ അത് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മള് അടുത്ത റൗണ്ട് നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും കാര്യങ്ങള് നന്നായിട്ടുണ്ടാവണം. കാരണം പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നന്നാവും തോന്നുന്നു. പക്ഷെ അതിന്റെ ആകെയുള്ള എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂസിലൻഡിൽ റോഡ് പണിയുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല നാട്ടിൽ പണിയാന്നാണ് എന്റെ വിശ്വാസം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിന്റെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മിക്ക വീട്ടിൽ തന്നെ ഒരു വണ്ടിയിലുണ്ട്, എല്ലാരും പുറത്തു പോകണം. അപ്പൊ ആ കൺജഷൻ കൂടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെതായ റെസ്ട്രെയിൻസ് ഉണ്ടാവും. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടാവും, എന്തിനും ഒരു സ്പേസ് ഉണ്ടാവും. ഒരു വർക്ക് നടക്കണമെങ്കിൽ സ്പേസ് ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഏറ്റവും നന്നായിട്ട് റോഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്പേസ്, ആ പണിയാനുള്ള മൊത്തം സ്ഥലം നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, നല്ല ഒരു കൺസെപ്റ്റ്. അത് ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും അത് തന്നെയാണ് കേസ്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ റോഡ് പണിയുന്നത് കുറച്ചുകൂടി ഈസിയാണ്, കാരണം ഓപ്പൺ സ്പേസ് ഒരുപാടുണ്ട്. പക്ഷെ അതേപോലെയുള്ള കേരളത്തിന് വെച്ചിട്ടുണ്ടല്ലോ ഒരു ലൈൻ പണിയണം, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രാഫിക് ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്തത് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പബ്ലിക്കിന്റെ ആക്സസ് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഐ തിങ്ക് അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാം. പക്ഷെ വളരെ മോശം എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധിവരെ നമുക്കിത് നൈറ്റ് ടൈമിലൊക്കെ ഇവിടെ ന്യൂസിലൻഡിലൊക്കെ നൈറ്റിൽ റോഡ് വർക്ക് ഒരുപാട് നടക്കാറുണ്ടല്ലോ. അപ്പം അതേ ഒരു സംഭവം നമുക്ക് നാട്ടിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥയില്ലല്ലോ. രാവിലെ ആൾക്കാർക്ക് സ്ഥലം കൊടുക്കുകയും എന്നാൽ രാത്രിയിൽ പരിപാടി നടക്കുന്ന അങ്ങനെ ഒരു ചെയ്യുവാണെങ്കിൽ അതിനൊരു ഇതായിരിക്കുമല്ലോ, ഒരു സൊല്യൂഷൻ ആയിരിക്കില്ലേ? അതും ഉണ്ടാവും. പക്ഷെ അതിന്റെ വേറൊരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹെവി കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ നോയിസ്
പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ലെവലാണ്. ഇപ്പം ഒരു കേരളം റെസിഡൻഷ്യൽ ഏരിയയിൽ പോയിട്ട് ഓക്കെ കേരളമൊക്കെ അതിനെ കുറെ കൂടെ സഹിക്കുന്നു തോന്നുന്നു. പക്ഷെ എന്നാ വെച്ചാൽ ഓബിയസ്ലി അതിൻ്റെതായ കുഴപ്പങ്ങൾ, ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള നോയിസ് ഉണ്ടാവും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നൈറ്റ് വോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വ്യത്യാസമുള്ള ഒരു ഏരിയ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് ഭയങ്കര ഇവിടുത്തെ അവിടുത്തെ ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സേഫ്റ്റിയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നൈറ്റ് വോക്ക് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതൊന്നും ഇപ്പോഴത്തെ ഒരു ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സേഫ് ആയിരിക്കില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പിന്നെ ഓബിയസ്ലി നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, ലൈറ്റ് പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. എളുപ്പമായിരിക്കും അല്ലെ, പോസിബിൾ ആണ്, പക്ഷെ അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി എന്താ പറയാ റെസിഡൻഷ്യൽ ഏരിയാസ് അല്ലെങ്കിൽ ടൗണുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് പറഞ്ഞു വന്നതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പം കേരളത്തിൽ റോഡ് പണിയുന്നതോ ഡെവലപ്ഡ് വേൾഡിൽ റോഡ് ചെയ്യുന്നത് തമ്മിൽ ടെക്നിക്കലും എഞ്ചിനീയറിംഗിലും ഒന്നും കാര്യമായ വ്യത്യാസമില്ല. ടൈം പീരീഡിലും വ്യത്യാസം ഉണ്ടാവില്ല. റിസോഴ്സസ് ഡിഫറെന്റ് ആണ്, നമുക്കറിയില്ല. ഇപ്പം എല്ലാ സ്റ്റേജിലും ഓഡിറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതും അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണോ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന കാര്യം നമ്മൾ അറിയില്ല. എനിക്കൊന്ന് ഫസ്റ്റ് വേൾഡ് കൺട്രിയിൽ ഒരു മിനിമം റിക്വയർമെന്റ് ആയിരിക്കും, അവരത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പോലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അത് ഡിസൈൻ പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവെ അത് എന്താ പറയുന്നത്, ഇപ്പം വളരെ അപൂർവമായിട്ട് ഒരു എന്താ പറയാ ഒരു മൺസൂൺ വന്ന് ഹെവി മൺസൂൺ വന്ന് റോഡ് തകർന്ന പോലെ അല്ലല്ലോ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് റോഡ് തരിക എന്ന് പറഞ്ഞാൽ ഡിസൈൻ പ്രോസസ്സിൽ അത് എന്താ പറയാ അത് ഡീൽ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് അല്ലെ. അതായത് ഇത്രയും ഈസി ആയിട്ടൊന്നും തകർന്നു പോകാൻ പറ്റുന്ന റോഡ് ആയിരിക്കില്ലല്ലോ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഡിസൈൻ പ്രോസസ്സിലുള്ള അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോസസ്സിലുള്ള ഡിഫറൻസ് ആയിരിക്കാം മിക്കപ്പോഴും ഈ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഡിഫറൻസ് കൊണ്ട് ഈ റോഡിന് സംഭവിച്ചതെന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. നമുക്കിപ്പോ പ്രത്യേകിച്ച് ഇതിങ്ങനെ മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലും ചിലപ്പോൾ ഫ്യൂച്ചറിൽ നല്ല റോഡുകൾ, നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കണക്കത്തുള്ള നല്ല റോഡുകൾ വരുമെന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇന്നെന്തായാലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ക്രിസ്റ്റി ഒരുപാട് ഇൻപുട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റിക്ക്, നമ്മുടെ ഗസ്റ്റിന് ഒരുപാട് താങ്ക്സ്. അതിനൊക്കെ നമ്മുടെ പോഡ്കാസ്റ്റ് ഒരു പുതിയ പോഡ്കാസ്റ്റ് ആണ്, നമ്മൾ തുടങ്ങി വരുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും നമുക്കുമായിട്ട് വാല്യൂബിൾ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അത് കണക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. എന്തായാലും നമ്മളെ കേട്ടിരുന്നതിന് നന്ദി. ഉൽക്ക പോഡ്കാസ്റ്റിന്റെ വക എല്ലാവർക്കും ഒരു താങ്ക്സ്.